ഈ മൊബൈൽ വെച്ചിട്ട് ചേച്ചി എങ്ങനെ എന്റെ ചാനൽ ഫോളോ ചെയ്യാനാ? അച്ഛനും അമ്മയൊന്നും ഇല്ല, രണ്ടുപേരും ഇല്ല. വിവാഹം കഴിച്ചിട്ടുമില്ല. ഇല്ല. ഇപ്പൊ ഇവിടെ പുള്ളിക്കാരി മാത്രം താമസിക്കുന്നത്. അപ്പൊ സനി ഇന്നെന്തോ പരിപാടി എന്നല്ലേ? നമ്മുടെ ഒരു TV എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇന്ന് ആ TV അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ശ്രീകുമാരനാണ്. അപ്പോൾ ശ്രീകുമാറിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അച്ഛനും അമ്മയൊന്നും ഇല്ല, വിവാഹം കഴിച്ചിട്ടില്ല, ഒറ്റയ്ക്കാണ് ജീവിതം. അപ്പോൾ ഇവിടെ പുള്ളിക്കാരി മാത്രം താമസിക്കുന്നത്. ആ, അപ്പോൾ ഏറ്റവും അർഹതപ്പെട്ടൊരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയെക്കുറിച്ചുള്ള കാര്യം എന്നെ അറിയിക്കുന്നത് ശ്രീകുമാരനാണ്. അപ്പോൾ ചേച്ചി ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസം. അപ്പോൾ നമ്മുടെ വികാസ് പന്തളം സ്പോൺസർ ചെയ്യുന്ന TV ഞാൻ ചേച്ചിക്ക് കൊടുക്കുകയാണ്. ചേച്ചി, ഞാൻ വീഡിയോ ചെയ്യുന്നവർക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലേ TV കൊടുക്കത്തുള്ളൂ. ചേച്ചി ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടോ? ആ, ഈ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. നോക്കിയേ, ഈ മൊബൈൽ വെച്ചിട്ട് ചേച്ചി എങ്ങനെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനാ? ചെറിയൊരു ഫോണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആണോ? അപ്പോൾ എന്തായാലും സന്തോഷം. ചേച്ചിയുടെ പേരെന്താ? ലീല. ഒറ്റയ്ക്കാ താമസിക്കുന്നത്? അച്ഛനും അമ്മയൊന്നും ഇല്ല, രണ്ടുപേരും ഇല്ല. വിവാഹം കഴിച്ചിട്ടുമില്ല? ഇല്ല. ഇല്ല, ഒറ്റയ്ക്കാണ് ജീവിതം. അപ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആ അർഹതപ്പെട്ട ആൾക്ക് തന്നെ നമ്മൾ TV കൈമാറുകയാണ് കേട്ടോ, നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി. അപ്പം പിടിച്ചോ. TV ഉണ്ടോ വീട്ടിൽ? ഇല്ല. TV ഇല്ല. TV ഇല്ലാത്ത ചേച്ചിയാണ്. TV ഇല്ല, മൊബൈൽ ഫോണില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ നോക്കി, ഇത് ആർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കി. ഇന്നലെയൊക്കെ ഈ TV ആയിട്ട് ഞാൻ പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. പക്ഷേ ചേച്ചിക്കാണ് അത് വിധിക്കപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ വികാസിൻ്റെ സമ്മാനമായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള TV ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ചേച്ചിക്ക് കൈമാറുകയാണ്. അത് TV ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? വാ, വീടൊക്കെ പോയിരിക്കുക കേട്ടോ. നമുക്ക് ഇവിടുത്തെ അങ്ങോട്ട് നോക്കാൻ പറ്റേ, അത് കണ്ടോ, എല്ലാം പോയിരിക്കണം, എല്ലാം മൂലയെല്ലാം പോയി. അമ്മ ഉണ്ടായിരുന്നു ഇവിടെ വീട്ടില്? അമ്മ മരിച്ചിട്ട് 38 വർഷത്തോളമായി. അപ്പൻ 5 വർഷമായി മരിച്ചിട്ട്. ചേച്ചിക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷനുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പൊട്ടിച്ചു തരാം. നമ്മുടെ മെമ്പറോട് ഞാനൊന്ന് പറയാം, ഇവിടുത്തെ മെമ്പർ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ചേച്ചിയുടെ കാര്യങ്ങള്. മൈമൂനത്തുനിന്നാണ് മെമ്പർ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ മൈമൂനത്ത് മെമ്പർ ഇവരുടെ കാര്യത്തിലൊരു ശ്രദ്ധ പുലർത്തണം കേട്ടാ. സനീസ് കൂടി ആവശ്യപ്പെടുകയാണേ. ചേച്ചി ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. നല്ല മിടുക്കിയായിട്ടുള്ള മെമ്പറാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആക്റ്റീവാണ് പുള്ളിക്കാരി. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് കേട്ടോ. ഈ പേഴ്സണലി അറിയാവുന്ന, അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ചേച്ചി റിമോട്ടും കാര്യങ്ങളും ഇത് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെ വിളിച്ചിട്ട് സംഭവം സെറ്റാക്കണം. കേബിൾ എടുക്കണം. കേബിൾ എടുക്കാനുള്ള കാശ് വേണമെങ്കിൽ തരാം ഞാൻ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ TV. അപ്പം ചേച്ചിക്ക് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ TV കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. കണ്ടല്ലോ? ആ, സന്തോഷമായോ? ഹാപ്പിയായോ? അപ്പൊ ഇനി ഇടയ്ക്ക് വരാം കേട്ടോ. ഇടയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ശ്രീകുമാറിനോട്ട് ആലോചിച്ചിട്ട് നോക്കട്ടെ കേട്ടോ. ശരി, പോട്ടെ.